അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പൈനാപ്പിൾ ഇവിടെ പഴുത്ത് നിൽക്കുകയാണ്. ഞാനിത് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. ഇതിന്മേലൊക്കെ പൈനാപ്പിൾ ഉണ്ടാവാനുള്ളതാണ്. അപ്പോൾ ഇതാ ഇതുപോലത്തെ പൈനാപ്പിൾ ഞാനിവിടെ നാലാമത്തതാണ് ഇപ്പോൾ പൊട്ടിച്ച് കഴിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഈ തലപ്പ് ഇങ്ങോട്ട് പൊട്ടിക്കും, എന്നിട്ട് ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ചാക്കിലോ എന്തിനെങ്കിലൊക്കെ വെച്ച് പിടിപ്പിക്കും. ഇതുപോലെ പൊടിപ്പിച്ചെടുത്തതാണ്. ഇവിടെ മറ്റുള്ളതൊക്കെ ഞാൻ കാണിച്ചല്ലോ ഇതിൽ, അതൊക്കെ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എന്തൊരു മണമെന്നറിയോ, ഈ മണം കേട്ടാൽ തന്നെ പൈനാപ്പിൾ കഴിക്കാനേ തോന്നുള്ളൂ. ഞാൻ ഇതൊന്ന് തലപ്പൊക്കെ പൊട്ടിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ പൈനാപ്പിളൊക്കെ ഇതാ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കട്ടെ കേട്ടോ. നല്ല മധുരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മധുരമാണ്. അപ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്തൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുത്ത് കഴിച്ച് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് കൃഷി ചെയ്തിട്ട് ഇതുപോലെ പൊട്ടിച്ച് കഴിക്കുമ്പോൾ വേറൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എൻ്റെ പൈനാപ്പിൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.